കുഞ്ഞിച്ചോ മിനസാൻ നാനോ മെഷീൻ്റെ എപ്പിസോഡ് 8ൻ്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കൊമിക് ഗൈസ്. എനിക്കറിയാം എല്ലാവരും നാനോ മെഷീൻ്റെ എപ്പിസോഡിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ സാധിച്ചില്ലായിരുന്നു. ഒട്ടും എക്സ്പെക്ട് ചെയ്ത ഒരു പനി പിടിച്ചാണ് റീസൺ ആയത്. ആദ്യത്തെ 2 ദിവസം നല്ല ക്ഷീണമായിരുന്നുണ്ടെങ്കിലും 3 ദിവസം ഓക്കെ ആയപ്പോൾ ആ വൺ പീസിൻ്റെ വീഡിയോ കൂടെ ഇട്ടത് കൊണ്ട് തന്നെ പിറ്റേ ദിവസം എൻ്റെ തൊണ്ട ആകെപ്പെട്ട് അലമ്പായി പോയി. ഇപ്പോഴും ഒന്ന് കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടില്ല. എൻ്റെ സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ സ്റ്റിൽ ഞാൻ എന്നാലും ഇന്ന് മുതൽ വീഡിയോ ഇടാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. സോ ഇത്രയും നാൾ നിങ്ങൾ തന്ന സപ്പോർട്ട് ഇനിയും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷയോടെ ഞാൻ എന്തായാലും ഈ വീഡിയോ തുടങ്ങാനായിട്ട് പോകുകയാണ്. അധികമൊന്നും പറഞ്ഞ് ഇനി ഞാൻ ആരെ ബോറടിപ്പിക്കുന്നില്ല. ഈ പേജ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള വീഡിയോസിനെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നാനോ മെഷീൻ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇപ്പോൾ തന്നെ റെക്കമെൻഡ് ചെയ്യാൻ മറക്കണ്ട. സോ നമുക്ക് നേരെ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ സിയോപമിനാണ് കാണാൻ സാധിക്കുന്നത്. അവനായിട്ട് മുന്നിൽ കൂടെ ഓടുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് തന്നെ അവൻ പറയുകയും ചെയ്യും, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവനിത് ഇത്ര പെട്ടെന്ന് യൂസ് ചെയ്യുന്നു. പിന്നെ കാണിക്കുന്നത് കുറച്ച് മുമ്പത്തെ കാര്യമാണ്. അതായത് തലേ ദിവസം രാത്രിയിലെ നമ്മുടെ സിയോപമായിട്ട് ഈ ഓണായിട്ട് നന്നായിട്ട് ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവന് കംപ്ലീറ്റ്ലി സർപ്രൈസ്ഡ് ആണ്. ഇതെങ്ങനെ സാധ്യമായി? വെറും 5 ദിവസം കൊണ്ട് തന്നെ അവനവൻ്റെ ലോവർ അബ്ഡോമിനലി ഇന്റർണൽ എനർജീസ് ഗ്യാദർ ചെയ്തിരിക്കുന്നു. നോർമലി 2-3 ആഴ്ച എടുക്കുന്നതാണ് അവൻ ഇത്ര പെട്ടെന്ന് ചെയ്തിട്ടുള്ളത്. ഇവന് ശരിക്കും ഇന്നേറ്റുള്ള ഒരു എബിലിറ്റി തന്നെയുണ്ട്. ഇവൻ എപ്പോഴും എൻ്റെ എക്സ്പെക്ടേഷനൊക്കെ സർപ്പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ശരിക്കും ഒരു മോൺസ്റ്റർ തന്നെയാണ്. ഞാൻ വിചാരിച്ചിരുന്നത് ഇവൻ 2 ആഴ്ചയെങ്കിലും മിനിമം എടുക്കുന്നതാണ്. അത് കഴിയാൻ നേരത്ത് ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്ക് പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഇരുന്നത്. പക്ഷേ ഇനി എന്തായാലും എൻ്റെ പ്ലാൻസ് ഒക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞ് കാണിക്കുന്നത് സിയോപമാടെ അവൻ്റെ തൊട്ട് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഗ്രീറ്റിംഗ് സാർ, ഗുഡ് മോർണിംഗ്. ഓക്കെ നിൻ്റെ ആ ഡിമോണിക് മാർബിൾ ഇല്ലേ, അത് എവിടെ ഇരിക്കുകയാണ്? അത് എൻ്റെ ബെഡിൻ്റെ അടിയിലുണ്ട്. അത് എത്രയും പെട്ടെന്ന് എടുത്തുകൊണ്ട് വരാൻ നോക്ക്. ഈ ഡിമോണിക് ഡ്രാഗൺ മാർബിൾസ് എന്ന് പറയുന്നത് ബ്രൗൺ മെഡിക്കൽ പെല്ലറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ വളരെ മോശമായുള്ള ഒരു സ്മെല്ലും ഇതിനുണ്ട്. ഇത് ഉണ്ടാക്കാനായിട്ട് കുറച്ചധികം നാളുകൾ എടുക്കുന്നതുകൊണ്ട് തന്നെ അക്കാഡമിയിലുള്ള ഏറ്റവും ടാലൻ്റുള്ള സ്റ്റുഡൻസിന് മാത്രമേ ഇത് കൊടുക്കാറുള്ളൂ. ഒരാളിത് കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം 20 വർഷത്തെ ഇന്റർണൽ പവേഴ്സ് വരെ അവർക്ക് ഇതിനെ ഹാർണിഷ് ചെയ്യാനായിട്ട് പറ്റും. എന്നാൽ രണ്ടാമത്തെ കഴിക്കാൻ നേരത്ത് ഇതിൻ്റെ ടോളറൻസ് വളരെയധികം കൂടുതലായതുകൊണ്ട് തന്നെ ബോഡി ഇതിനെതിരെ തിരിയും. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വട്ടം അത്ര എഫക്റ്റീവായിട്ട് കിട്ടത്തുമില്ല. ഈ സമയത്ത് തന്നെ ആ ഒരു മാർബിൾ എടുത്തുകൊണ്ട് വരയിച്ച് പണ്ടാരം, ഇതിന്റെ മണം എപ്പോഴും ഇതുപോലെ തന്നെയാണല്ലോ. കുഴപ്പമില്ല, ഇവനെന്തായാലും എടുത്തു കഴിയാൻ നേരത്ത് 20 വർഷമെങ്കിലും ഇവന് കിട്ടുന്നേ. അതും കൂടെ ചെയ്ത് കഴിയാൻ നേരത്ത് അവൻ എന്തായാലും തനിയെ അവന്റെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോഴാണ് അവൻ ദൂരത്ത് ആ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അല്ലേ ഈവോൺ, അതാരാണ്? അതോ. പെട്ടെന്ന് ആ കർട്ടൻ മാറ്റി നോക്കിയപ്പോഴാണ് ആ ഭീകരമായ രൂപം അവൻ കണ്ടത്. നീവനടിച്ച് ബോധം കെടുത്തി ഇട്ടിരിക്കുകയാണല്ലോ. അതെ, ഫിസിഷ്യൻ ബേക്ക് പോയപ്പോൾ ഇവൻ എന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കി. നിന്നെ അറ്റാക്ക് ചെയ്യാനായിട്ടോ? ഞാൻ കേട്ടത് 5ാമത്തെ ദിവസം അവിടെ സോട്ട് ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇവനൊരു വൂണ്ടുമായിട്ടാണ് ഇവിടേക്ക് വന്നത്. എനിക്ക് തോന്നുന്നില്ല ചുമ്മാ വന്നതാണെന്ന്. ഇവൻ എന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് മാത്രം വന്നതായിരിക്കും. ഇവൻ അറിഞ്ഞൂടെ ഇവനെ പിടിച്ചു കഴിഞ്ഞാൽ ഇവനെന്നെ ഒന്ന് പുറത്താക്കുമെന്ന്? മേ ബി അവൻ അറിയാൻ മേലായിരിക്കും. അത്ര റെക്ലെസ് ഉള്ള ഒരാളായിരിക്കും. അതും അല്ലെങ്കിൽ അവൻ ഉറപ്പ് ആരെങ്കിലും നൽകിയിട്ടുണ്ടായിരിക്കും ഇവനെന്ത് ചെയ്താലും ഇവനൊന്നും പറ്റത്തില്ലെന്ന്. നിന്റെ ഫേസ് കണ്ടിട്ട് അതാരാന്ന് നിനക്ക് അറിയാമെന്ന് തോന്നണല്ലോ. അതൊക്കെ അറിയാം. അതാ സ്റ്റെൽത്ത് സെറ്റിലെ മറ്റൊരു മെമ്പറാണ്. സ്റ്റെൽത്ത് സെറ്റോ? ആ നായ്കൾ ഒന്ന് പറഞ്ഞു വരുന്നത് അവരുടെ കൂട്ടത്തിൽ ഒരുത്തം പോലും നല്ലതായിട്ടില്ലല്ലോ. എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എൻ്റെ അമ്മയുടെ കുടുംബം അവിടെ നിന്നുള്ളതാണെന്ന്. നിനക്ക് സത്യം പറഞ്ഞാൽ സമാധാനമുള്ള ഒരു ദിവസം പോലും ഇല്ലല്ലേ? കുഴപ്പമില്ല സാർ, ഇത് കംപ്ലീറ്റ്ലി യൂസ്ഡ് ആണ്. ഇവനത് പറയുന്നത് കേൾക്കാൻ നേരത്ത് എനിക്ക് തന്നെ ചെറുതായിട്ട് പാവം തോന്നുന്നുണ്ട്. പെട്ടെന്നായിരുന്നു അവൻ്റെ കഴുത്ത് നോക്കി നമ്മുടെ സിയോപ്പം ഒരു ഇടി വെച്ച് കൊടുക്കുന്നത്. അല്ലേ സാർ, ഇന്നൽ പവേഴ്സ് കൊണ്ട് നോക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 5 വർഷമെങ്കിലും വേണ്ടി വരില്ലേ? പിന്നെ അതൊക്കെ ഒന്ന് റിഗെയിൻ ചെയ്യാനായിട്ട് അതൊക്കെ വേണ്ടി വരും. പക്ഷേ എന്നെപ്പോലെ ടാലൻ്റ് ഉള്ളതാണെങ്കിൽ നിനക്കൊക്കെ 10 വർഷമെങ്കിലും വേണ്ടി വരും. മനസ്സിലായോ? എങ്കിലും കാര്യം ചെയ്യും, അടുത്ത് കഴിക്കാൻ നോക്കുന്ന പറയാൻ നേരത്ത് അവനാട്ടെ അത് പതുക്കെ എടുക്കുന്നുണ്ട്. ഇനി അത് കഴിക്കുക. ചവച്ചരച്ച് കഴിക്കാൻ നേരത്തായിരിക്കും അതിൻ്റെ എഫക്റ്റ് കൂടുതലായിട്ട് വരുന്നത്. ചവച്ചരച്ചാ കോപ്പ് നല്ല മണമാണല്ലോ ഇതിൻ്റെ അകത്ത്. ഇതെങ്ങനെ കഴിക്കും? ഇത് കയ്പാണെന്ന് പറഞ്ഞോണ്ട് അവനത് കടിച്ച അടുത്ത സെക്കൻഡ് അതിന് അത്രത്തോളം മണവും അത്രത്തോളം കയ്പുമായിരുന്നു. അവൻ്റെ നാക്കിന് തന്നെ എന്തോ പോലെ ആകുന്നത് അവന് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നീ ഇത് കംപ്ലീറ്റ്ലി കഴിച്ചതിന് ശേഷം നീ നിലത്തിരിക്കാൻ നോക്ക്. ഞാൻ എന്തായാലും ബട്ടർഫ്ലൈ ഡാൻസ് ടെക്നിക്കിന്റെ ക്യൂ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ഓക്കെ സാധനമുണ്ട്. അതിനോട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും. ഇനി എന്തായാലും ആ മാർബിൾ വോയിസ് ഞാൻ നിന്നെ അബ്സോർവ് ചെയ്യാനായിട്ട് സഹായിക്കാനായിട്ട് പോവാണ്. സോ റെഡി ആയിക്കൊന്ന് പറയാൻ നേരത്ത് അവനും റെഡി ആയിട്ടിരിപ്പുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ സിയോപോങ് പുള്ളിക്കൻ്റെ പണി തുടങ്ങി. മാസ്റ്റർ എൻഹാൻസ്ഡ് എനർജിയുള്ള ഒരു ഒബ്ജക്റ്റ് ബോഡിയിൽ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. അത് താങ്കളുടെ 14 മെറിഡിയൻസുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താങ്കൾക്ക് മെറ്റബോളിസം ആക്സിലറേറ്റ് ചെയ്യണമെന്നുണ്ടോ ഇത് അസസ് ചെയ്യാനായിട്ട്? അല്ല, നീ പറഞ്ഞത് എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ ഈ മാർബിളിൻ്റെ പവേഴ്സൊക്കെ അബ്സോർവ് ചെയ്യാൻ പറ്റുമെങ്കിൽ യെസ്, ആക്സിലറേറ്റിംഗ് മെറ്റബോളിസം. അടുത്ത സെക്കൻഡ് സിയോപമു ശരിക്കും ഞെട്ടിത്തെറിച്ചു പോയി. ഇവന് സത്യം പറഞ്ഞാൽ ഒരു മാർഷൽ ആർട്ട് ബോഡി നേരത്തെ തന്നെ ഉണ്ടായിരുന്നോ? ഇവൻ കംപ്ലീറ്റ്ലി ആ മാർബിളിൻ്റെ പവേഴ്സ് അബ്സോർവ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇത് ശരിക്കും ആംപ്ലിഫൈങ് അല്ല, ഇതും പെട്ടെന്ന് തന്നെ ഇതൊരിക്കലും നോർമൽ അല്ല. സാധാരണ ഒരു മനുഷ്യൻ ഈ ഒരു മാർബിൾ കഴിക്കാൻ നേരത്ത് 80% മാത്രമേ അവർക്ക് കംപ്ലീറ്റ്ലി അബ്സോർവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ.
പക്ഷെ ഇവൻ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണല്ലോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഈ സമയത്ത് അവൻ കംപ്ലീറ്റ്ലി ഞെട്ടിത്തെറിച്ചിരിക്കുവാണ്. അവൻ്റെ ബോഡി കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്ത് അവന് ഫീൽ ആകുന്നുണ്ട്. സോ എങ്ങനെയുണ്ട് നിന്റെ ഇന്റേണൽ പവേഴ്സ് ഒക്കെ കൂടിയപ്പോൾ? നീ എന്തായാലും ശരിക്കും എന്നെ കഷ്ടപ്പെടുത്തി കേട്ടോ. പിന്നെ അറ്റ്ലീസ്റ്റ് 30 വർഷത്തെ ഇന്റേണൽ പവേഴ്സ് നിന്റെ ഉള്ളിലുണ്ട്. എന്ത് 30 വർഷമോ? അതൊരു അപ്രോക്സിമേറ്റ് ഉള്ള ഗസ്സാണ്. സാധാരണ ആർക്കും ഇങ്ങനെ സംഭവിക്കാറില്ല. പക്ഷേ നിന്റെ കാര്യത്തിൽ അതൊരു ഹ്യൂജ് ഉള്ള സക്സസ് തന്നെയായിരുന്നു. ഈ സമയത്ത് അവനെ പ്രേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൻ തല വിളിച്ചിട്ട് പറയും ചെയ്യും, സാർ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് പ്ലീസ് അക്സെപ്റ്റ് ചെയ്യണം. താങ്കൾ ഇല്ലായിരുന്നെങ്കിൽ ഇതൊരിക്കലും പോസിബിൾ അല്ലായിരിക്കും. നീ ശരിക്കും ലക്കിയാണ്, അത് മാത്രം അറിഞ്ഞാൽ മതി. ലക്കിയാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഇതെല്ലാം കാരണം ഞാനുമാണ്. മാസ്റ്റർ, ഞാൻ താങ്കളുടെ പ്രോഗ്രാം ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ലേറ്റ് ആയിട്ടുണ്ട്, ഞാൻ ഇറങ്ങുവാണ്. അല്ല സാർ, എന്തു പറ്റി? താങ്കളുടെ ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്ക് അതെനിക്ക് പഠിക്കാനായിട്ട് സാധിക്കുമോ? ഈ സമയത്താണ് അവൻ പെട്ടെന്ന് പറഞ്ഞത്. തീർച്ചയായും, പക്ഷേ അതിന് സമയമുണ്ടല്ലോ. തൽക്കാലം നീ ഇന്ന് റെസ്റ്റ് എടുക്കാറുണ്ട് നോക്ക്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ അക്കാഡമിയിലെ ആ ഒരു ഗ്രേറ്റ് ഹാളാണ്. മുഖ്യമായിട്ട് അവിടെ കിടന്ന് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. ഇന്നെന്തായാലും എനിക്ക് സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും. ഞങ്ങളോട് താങ്കൾ ശരിക്കും ഹാപ്പിയാണല്ലോ. നിന്റെ ഐഡിയ എന്തായാലും കൊള്ളായിരുന്നു. ഇപ്പം എനിക്ക് എന്തായാലും ആലോചിക്കാൻ പറ്റുന്നുണ്ട്. അവനാട്ടെ വേദന കൊണ്ട് അവൻ്റെ കാലൊക്കെ മുറിഞ്ഞ് അവിടെ കിടന്ന് നിരങ്ങുന്നത് എനിക്കത് കാണണം. എൻ്റെ കണ്ണുകൊണ്ട് തന്നെ കാണണം. പക്ഷേ നമ്മുടെ യുവനാട്ടെ ഒരു പ്രശ്നമില്ലാതെ അവിടെ നിപ്പുണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഫിസിഷ്യൻ ബേക്കിനാണ്. അവനാട്ടെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഒറ്റ രാത്രി കൊണ്ട് നിന്റെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയോ? കോപ്പ്, എനിക്കൊന്ന് ദേഷ്യപ്പെടാൻ പോലും പറ്റത്തില്ലല്ല. അവൻ തൊട്ടടുത്തുള്ള കാരണം തന്നെ. അയ്യോ എന്നോട് ക്ഷമിക്കടാ, ഇത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ചിരിക്കാതിരിക്കും? പണ്ടാലോ. ഈ ടൈമിൽ തന്നെ പെട്ടെന്ന് ഇവനെ നോക്കാൻ നിർത്ത് അവനോട്ടെ അവിടെ കിടക്കുമായിരിക്കും. എന്തായാലും ഇന്നലെ രാത്രി ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ അതെൻ്റെ കാര്യമൊന്നുമല്ല, ഞാൻ എൻ്റെ അവനെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഫിസിഷ്യൻ ബേക്ക് അവിടേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് 2 ദിവസം കഴിഞ്ഞ് രാത്രിയാണ്. ഗ്രൂപ്പ് 8ന്റെ ഡോർമെട്രി ആണ്. അത് ശരിക്കും സ്ട്രേഞ്ച് ആണല്ലോ. അവരെന്താണ് ഇതുവരെ പുറത്താകഞ്ഞത്? താങ്കൾ പറഞ്ഞതുപോലെ തന്നെ സ്റ്റുഡൻറ് 7ന്റെ മസിൽ ഞാൻ അന്ന് രാത്രി മുറിക്കാനായിട്ട് പോയതാണ്. അവന് ശരിക്കും എനിക്ക് ഇഞ്ചുറി കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ അപ്പോഴേക്കും പെട്ടെന്നാണ് ആ ഫിസിഷ്യൻ അവിടേക്ക് വന്നത്. രാത്രിയും അവനെ ട്രീറ്റ് ചെയ്യാനായിട്ട്. ഫിസിഷ്യനോ? അവനെന്ത് ഉറക്കമൊന്നുമില്ലേ? നീ എന്താ വല്ല എക്സ്ക്യൂസ് പറയുവാണോ? സാർ, ഒരിക്കലും എക്സ്ക്യൂസ് അല്ല ഇത്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ രാത്രി ഞാൻ വീണ്ടും എഴുന്നേറ്റിരുന്നു അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട്. പക്ഷേ അപ്പോഴും ഫിസിഷ്യൻ എഴുന്നേറ്റെന്ന് പറഞ്ഞപ്പോൾ അവനെ നിലത്തിട്ട് മുഖിയം ചവിട്ടുകയും ചെയ്യും. നിനക്കെത്ര ധൈര്യം ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ട് ചവിട്ടി അവനൊരു പരുവാക്കുന്നുണ്ട്. നിനക്കൊരു സിമ്പിളുള്ള ടാസ്ക് പോലും ചെയ്യാൻ അറിഞ്ഞുകൂടെന്ന് പറഞ്ഞിട്ട് അവന് വീണ്ടും ഇട്ടിച്ചാടും. ഞങ്ങളോട് ഒന്ന് വെയിറ്റ് ചെയ്തേ, നിനക്കിനി എന്താണ് വേണ്ടത്? അല്ല, നിനക്ക് ഇൻഫോർമറിലുള്ള ആ ഫിസിഷ്യൻ്റെ പേരെന്താണെന്ന് അറിയാമോ? പേര് ജോങ് മിയോങ് ബേക്ക്, അങ്ങനെ എന്തുവാണ് പറഞ്ഞത്? ജോങ് മിയോങ് ബേക്കാ? അല്ല, നിനക്കവനും അറിയാവോ? അതെ, അവനറിയാം. ജോങ് യു ബേക്കിന്റെ ശിഷ്യനാണ്. ഫിസിഷ്യൻ ജോങ് യു ബേക്കിന്റെയോ? അദ്ദേഹം വരുന്നത് പോയിസൺ സെക്ടറിൽ നിന്നാണെങ്കിലും മെഡിസിനോടാണ് പുള്ളിക്കാരന് കൂടുതൽ ഇഷ്ടമുള്ളത്. പിന്നെ നമ്മുടെ ഹോൾനെസിന്റെ മെയിൻ ഉള്ള ഫിസിഷ്യനും അദ്ദേഹം തന്നെയാണ്. പിന്നെ പുള്ളിക്കാരൻ വേറെ ഒരു ഫിസിഷ്യൻ മാത്രമല്ല, ഈ ഒരു സ്ഥലത്ത് തന്നെ ടോപ്പ് 30 മാർഷൽ ആർട്സിലെ ഒരു പവർഫുൾ ഉള്ള മെമ്പർ കൂടിയാണ്. കോപ്പ് അവന്റെ ശിഷ്യനാണെങ്കിൽ അവന് ശരിക്കും മാർഷൽ ആർട്സ് അറിയാവുന്നൊരുത്തനായിരിക്കും. എങ്കിലും നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ മേലായിരുന്നു പറഞ്ഞിട്ട് അവനായിട്ട് നിലത്തിട്ട് മുഖ്യം ചവിട്ടി നശിപ്പിക്കുമായിരുന്നു. നീ ഇനി ഒരിക്കലും വിചാരിക്കണ്ട സ്റ്റെൽത്ത് സെറ്റ് നിന്നെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവനോട്ട് ചവിട്ടുവാണ്. ഇവൻ എന്താണ് ഈ പറഞ്ഞത്? പിന്നെ കാണിക്കുന്നത് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് ആണ്. അല്ല, നിന്റെ പേര് ഹ്യൂബോങ് എന്നല്ലേ? അതെ, നിനക്കെനിക്ക് ഒരു സഹായം ചെയ്യാനായിട്ട് സാധിക്കുമോ? അല്ല, ഞാൻ തോറ്റു കഴിഞ്ഞാലോ? നീ പേടിക്കൊന്നും വേണ്ട. ഞാൻ ഒന്നാമതാ സ്റ്റെൽത്ത് സെറ്റിലെ ഒരു ഹെയർ ആണ്. അതുമാത്രമല്ല ഒരു മൈനർ പ്രീസ്റ്റ് ഹുഡ് കൂടിയാണ്. സോ നിന്നെ എന്തായാലും എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന്. അത് കഴിഞ്ഞ് കാണിക്കുന്നിടത്ത് വീണ്ടും ഹ്യൂബോങ്ങിനെ അവനിട്ട് ചവിട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നീയാണ് എനിക്ക് വാക്ക് വന്നത്, അല്ലാതെ ഞാൻ നിന്റെ അടുത്തേക്ക് ചോദിച്ചു വന്നതൊന്നുമല്ല. പക്ഷേ നീ ഒന്ന് സൂക്ഷിച്ചോളാം. അവനിടയ്ക്ക് വന്നു കഴിയുന്നിടത്ത് നീയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് എനിക്കത് കാണണം. അല്ല, പറഞ്ഞതുപോലെ നീ എന്തിനാണ് തല തുണിയിട്ടിരിക്കുന്നത് പറഞ്ഞിട്ട് അതാടെ അവൻ വലിച്ചൂരി എടുത്തപ്പോഴാണ് ആ ഒരു മൊട്ട തല കണ്ട് വീണ്ടും അവൻ ഞെട്ടിയത്. നീ ആ സമയത്ത് മുടിയും വെട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഹ്യൂബോങ്ങിനാട്ടെ വീണ്ടും അവനിട്ട് ചവിട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതെല്ലാം കാണുന്ന ബാക്കിയുള്ള പിള്ളേർ പറയും ചെയ്യും, ഒരു ദിവസം കൂടെ ഇവിടെ സമാധാനം കാണത്തില്ലല്ലോ, വാടാ നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മുഖ്യം അവിടുന്ന് പോകുകയും ചെയ്യും. യങ്ലോഡ് ഓക്കെ. ഈ സമയത്ത് അവൻ താഴെ വീണ് കിടക്കുവാണ്. അവൻ്റെ ശരീരം മുഴുവൻ വേദന കൊണ്ട് അലറുന്നുണ്ട്. മുഖിയം, നായ, നീയൊക്കെ ഇവിടെ കിടന്നോ? നീയൊക്കെ എല്ലാം മരിക്കേണ്ടവനാണ്. ഇവനൊന്ന് വന്നോട്ടെ. അവൻ വന്നു കഴിയുന്നിടത്ത് നിങ്ങളെല്ലാവരും തീർന്നോളും. അങ്ങനെ 7 ദിവസം കൂടെ കഴിഞ്ഞ് അക്കാഡമിയിലെ ഇൻഫോർമറിയാണ് കാണാൻ സാധിക്കുന്നത്. രാവിലെ 6 മണിയായിട്ടുണ്ട്. പിന്നെ കാണിക്കുന്നത് ഇയോനാണ്. അവനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവൻ ചെയ്യുന്ന ഓരോ മൊമെന്റ്സിലും നല്ല ശക്തി ഉണ്ടായിരുന്നു. അതാട്ടെ സിയോബോങ്ങിന് മനസ്സിലാകുന്നുമുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ ഇനി ഒരു ഡൗട്ടില്ല. ഇവൻ കംപ്ലീറ്റ്ലി ജനിച്ചു തന്നെ ഈ ഒരു ടാലന്റ് ആയിട്ട് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ കുറച്ചധികം സ്റ്റെപ്സ് മാത്രമേ ഞാനിന് പറഞ്ഞു കൊടുത്തുള്ളൂ. പക്ഷെ അതെല്ലാം കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചില സ്റ്റാൻഡ്സ് മാത്രം ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി. ബാക്കി എല്ലാം അവൻ പെട്ടെന്ന് പഠിക്കുന്നുണ്ട്. ഇവൻ കംപ്ലീറ്റ്ലി
നാച്ചുറൽ ഒരു ലേണർ തന്നെയാണ്. ആ സമയത്ത് തന്നെ അവൻ പറയും ചെയ്യും അടുത്ത ഫോം യൂസ് ചെയ്യും. വീണ്ടും അടുത്ത ഫോം അവൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ടൈമിൽ തന്നെ അവൻ പറയും ചെയ്യും ഞാനോടെ സഹായത്തോടു കൂടി സർ സിയോപ്പമിൻ്റെ കംപ്ലീറ്റ് സ്റ്റാൻസും ഞാൻ സ്കാൻ ചെയ്തിട്ടുണ്ട്. നിയർലി പെർഫെക്റ്റ് ആയിട്ട് തന്നെ അതെനിക്ക് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ഡൗട്ട് ആകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും കുറച്ചധികം ചെയ്യുന്നുണ്ട്. 24 ഫോംസ് ആണ് ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്കുള്ളത്. അത് ഓരോ ചെയിനായിട്ട് യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫൈറ്റിംഗ് സ്റ്റാൻസിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ബേസിക്സ് പഠിക്കാനായിട്ട് തന്നെ ദിവസങ്ങളെടുക്കും. പക്ഷേ ഇവൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നീ എന്തായാലും നിർത്തിക്കോ, നീ എന്തായാലും കംപ്ലീറ്റ്ലി അത് മെമ്മറൈസ് ചെയ്തിട്ടുണ്ട്. സാർ റിയലി താങ്ക്സ്. ഇത് വെച്ചോളൂ. സാർ ഇതെന്താണ്? ഇത് കുറച്ചുകൂടെ കണക്റ്റഡ് ആയുള്ള ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്കിന്റെ ഫോംസ് ആണ്. ഇതെന്തായാലും നിനക്ക് ആവശ്യം വരും. ഇനിയും കുറച്ച് ദിവസം കൂടെ എനിക്ക് ഇതിനെ പഠിപ്പിക്കണമെന്നുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. എന്തായാലും ഞാൻ ഇന്നും കൊണ്ട് ഇവിടെ നിർത്തുന്നതായിരിക്കും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിനക്കറിയാലോ, നിനക്ക് തന്നെ ഇനി പ്രോഗ്രസ് ചെയ്യാവുന്നതേ ഉള്ളൂ. സാർ റിയലി താങ്ക്സ്. ഞാൻ കാരണം ഒരിക്കലും താങ്കൾ ഡിസപ്പോയിന്റ് ആകുന്നതായിരിക്കത്തില്ല. എങ്കിൽ നിനക്കോളെന്ന് പറഞ്ഞിട്ട് അവരുടെ തന്റെ കൈകൾ പതുക്കെ ഉയർത്തുകയും ചെയ്യും. അടുത്ത സെക്കൻഡ് ആ സോഡ് അവന്റെ കൈകൾ വന്നിരിക്കും. പതുക്കെ അവൻ നേരെ അത് തുറക്കുകയും ചെയ്യും. ഇതെന്റെ ബ്ലേഡാണ്, മാറ്റ് ബ്ലേഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എന്നാ ഒന്ന് പിടിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിലേക്ക് എടുത്ത് എറിയുകയും ചെയ്യും. ഇത് ശരിക്കും ലൈറ്റ് ആണല്ലോ, പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെയല്ല. ഞാനോർത്ത് ഇതിന് നല്ല വെയിറ്റ് കാണുമെന്ന്. നോർമലി ഒരു സോഡിന് 3 മുതൽ 4 പൗണ്ട് വരെയാണ് വെയിറ്റ് ആയിട്ട് വരുന്നത്. പക്ഷേ ഇത് ഞാൻ ട്രഷർ ചെയ്തിരിക്കുന്ന ബ്ലേഡാണ്. ഇതിന് വെറും 2 പൗണ്ട് മാത്രമേ ഉള്ളൂ. സാർ അത് ഈ ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്കാരനാണോ? നിനക്കപ്പോൾ കാര്യങ്ങൾ മനസ്സിലായെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നായിരുന്നു അവൻ ആ സോഡൊന്ന് സ്വിങ് ചെയ്യുന്നത്. അടുത്ത സെക്കൻഡ് തന്നെ ഒരു കഷ്ണം മുറിഞ്ഞ നേരെ താഴത്തേക്ക് വീണ്. ഇത് കംപ്ലീറ്റ്ലി ഷാർപ്പാണല്ലോ. അതെ, അത്രത്തോളം ടോപ്പ് ക്വാളിറ്റിയുള്ള സ്റ്റീൽ കൊണ്ടാണ് ഇത് മേടിച്ചിട്ടുള്ളത്. പിന്നെ നീ എന്തായാലും ഒന്ന് ബാക്കിലേക്ക് നിന്നോ. പിന്നെ ഞാൻ ഈ കാണിക്കാൻ വന്നത് നീ ശ്രദ്ധിച്ചു കണ്ടോളൂ. ഞാൻ ഇനി നിന്നെക്കുറിച്ച് ടെക്നിക്ക് കാണിച്ചു തരാം. ഡാൻസിങ് ബട്ടർഫ്ലൈ ടെക്നിക്കിൻ്റെ എൻ്റെ ടെക്നിക്സ്. ഞാനോ യെസ് മാസ്റ്റർ. റെഡി ആയിക്കോളൂ സ്കാൻ ചെയ്യാനായിട്ട്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവരുടെ സ്കാൻ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അന്നേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. സർ സിയോപ്പമായിട്ട് പെട്ടെന്ന് ഓടുമായിരുന്നു. ഈ സമയത്ത് ദൂരത്ത് നിന്ന് ഹോമും അതേപോലെ സർമായും നോക്കുന്നുണ്ടായിരുന്നു. അവസാനം ആ ഇലീനെ കിട്ടിയല്ലേ, ഐ മീൻ സർ സിയോപ്പം. സത്യം പറഞ്ഞാൽ ഇതൊന്ന് കണ്ണടച്ച് കളയാൻ എനിക്ക് ശരിക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ താങ്കൾ പറഞ്ഞ ഞാൻ എങ്ങനെയാണ് അത് ചെയ്യാതിരിക്കുന്നത്? അല്ല, താങ്കൾ എന്തിനാണ് ഇവനെ വെറുതെ വിട്ടെന്നാണ് എനിക്ക് എപ്പോഴും മനസ്സിലാത്തത് സർമ. അതൊന്നും കുഴപ്പമില്ല, ഞാനിതായാലും ഇപ്പോൾ പോകുവാണ് സർമ. പക്ഷേ സ്റ്റുഡൻറ് 7നോട് താങ്കൾക്ക് എന്തെങ്കിലും? എനിക്കൊന്നും തന്നെയില്ല. പക്ഷേ ഇത് ചെയ്യുന്നതാണ് ഫെയർ ആയുള്ള കാര്യം. ഓ, ഫെയർ ആയുള്ള കാര്യം. അപ്പോൾ ഒരു ഫെയർ ആയുള്ള ചാൻസിന് വേണ്ടിയല്ലേ താങ്കൾ ഇത് ചെയ്തത്? നീ നിന്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, മുകളിലേക്കുള്ളത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവനവിടുന്ന് മാഞ്ഞു പോവുകയും ചെയ്യും. അല്ലെങ്കിൽ വിൻ ഗോളിൽ നിന്ന് ഞാൻ എന്ത് എക്സ്പെക്ട് ചെയ്യാനാണ്? നിൽക്കുന്ന നിപ്പിലല്ലേ മാഞ്ഞു പോകുന്നത്. ഒരാഴ്ച കൊണ്ട് ഇവിടെ എന്തെങ്കിലും ഫെയർ ആക്കി മാറ്റാൻ സാധിക്കുമോ? പിന്നെ കാണിക്കുന്നത് ഫിസിഷ്യൻ ബേക്കിനെയാണ്. അല്ല, നോർമലി ഇവൻ എഴുന്നേക്കുന്ന സമയമായല്ലോ, പക്ഷേ ഇപ്പോഴും ഇവൻ നല്ല ഉറക്കമാണ്. ഇതെന്ത് പറ്റി? കുഴപ്പമില്ല, ഇന്ന് അവസാനത്തെ ദിവസമല്ലേ, ഇവൻ സുഖമായിട്ട് കിടന്നുറങ്ങിക്കോട്ടെ. ഞാൻ എന്തായാലും വെറുതെ അവനെ ശല്യപ്പെടുത്തുന്നെന്ന് പറഞ്ഞ് അവനവിടുന്ന് പോകുകയും ചെയ്യും. പക്ഷേ ഇവന്റെ ശരീരമായിട്ട് ചെറുതായിട്ട് അനങ്ങുന്നുണ്ടായിരുന്നു. ബട്ടർഫ്ലൈ സ്റ്റിമുലേറ്റിംഗ് ടെക്നിക്കിന് വേണ്ടി 80% ബോഡിനെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ഇനി 75% ബ്ലഡ് വെസൽസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 1 മണിക്കൂറും കൂടെ വേണം 100% കംപ്ലീറ്റ് ആകാനായിട്ട്. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ഫിസിഷ്യൻ ബേക്ക് നല്ല ഉറക്കത്തിലായിരുന്നു. പെട്ടെന്നായിരുന്നു ഒരു ശബ്ദം കേട്ട് അവൻ ഞെട്ടി എണീറ്റത്. ഹല, എന്ന് പറ്റി? നീ ഓക്കെ അല്ലെന്ന് പറഞ്ഞ് ചെന്ന് നോക്കിയപ്പോഴാണ് നമ്മുടെ യൂനോട്ടെ നന്നായിട്ട് ഛർദ്ദിക്കുന്നുണ്ടായിരുന്നു. ഹല, നിനക്കിതെന്ത് പറ്റി? വല്ല ഇന്ത്യയിലുള്ള പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ചൂട് നോക്കുന്നുണ്ട്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നീ ബാക്കിലേക്ക് കിടക്കാൻ നോക്ക്, അപ്പോൾ നിനക്ക് കുറച്ച് ആശ്വാസമാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ പൾസൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. അല്ല, ഇതെന്താണ്? കുറച്ച് മുമ്പ് ഇവൻ നല്ല ഉറക്കത്തിലായിരുന്നു, പക്ഷേ ഇവന്റെ പൾസ് കംപ്ലീറ്റ്ലി ഇപ്പോൾ ഓഫ് ദി ചാർട്ട്സ് ആണല്ലോ. ഈ സമയത്ത് തന്നെ ഞാനോ പറയും ചെയ്യും ബോഡിയുടെ ഫിസിക്കൽ ചേഞ്ച് സ്റ്റെബിലൈസ് ചെയ്യുന്നു. പെട്ടെന്ന് അവൻ ഓക്കെ. അല്ല, ഇതെന്ത് കോപ്പാടിനോട് സംഭവിക്കുന്നത്? അവൻ കുറച്ച് മുമ്പ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു, ഇപ്പോൾ വീണ്ടും എനിക്ക് വല്ലതും പറ്റിയോ? കോപ്പ്, എനിക്കൊന്നായിട്ട് ഉറങ്ങണമെന്ന് തോന്നുന്നു, എൻ്റെ തലക്ക് വട്ടായെന്നും പറഞ്ഞുകൊണ്ട് അവനട്ടെ പതുക്കെ നടന്ന് പോവുകയും ചെയ്യും. പെട്ടെന്നായിരുന്നു ഇവനട്ടെ എഴുന്നേറ്റിരുന്നത്. അവൻ്റെ കൈ മുകളിലേക്ക് ഉയർത്തിട്ട് ബലം കൊടുത്ത അടുത്ത സെക്കൻഡ് അവനൊരു കാര്യം മനസ്സിലായി. കഴിഞ്ഞ 6 മണിക്കൂർ വെച്ച് നോക്കാനടുത്ത് എൻ്റെ കംപ്ലീറ്റ്ലി ശരീരം മാറിയിരിക്കുന്നു. സോ സാർ സിയോപ്പം എന്തുമാത്രം ട്രെയിൻ ചെയ്തിട്ടായിരിക്കും അതെല്ലാം പഠിച്ചിട്ടുള്ളത്? അത് കഴിഞ്ഞ് കാണിക്കുന്നത് ചെറിയൊരു ഫ്ലാഷ് ബാക്കാണ്. അവൻ്റെ പുള്ളിക്കാരൻ്റെ ആ ഒരു ടെക്നിക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നതാണ് കാണുന്നത്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം ഇന്റേണലി ഒരു പവർ പോലും യൂസ് ചെയ്ത റോവുള്ള പവേഴ്സ് കൊണ്ടാണ് ഇത്ര വലിയൊരു ഗ്യാപ്പ് തന്നെ ഇവിടെ സൃഷ്ടിച്ചത്. ഞാനോ, നീ അത് കംപ്ലീറ്റ്ലി സ്കാൻ ചെയ്തോ? അതെ, സ്കാൻ ചെയ്തിട്ടുണ്ട്. യൂൺ, നീ അത് മുഴുവൻ കണ്ടോ? യെസ് സാർ. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിൽ കൂടുതൽ എനിക്കൊരിക്കലും നിന്നൊന്നും പഠിപ്പിക്കാൻ സാധിക്കത്തില്ല. ഇന്ന് നമ്മുടെ അവസാനത്തെ ദിവസമാണ്. നിനക്കെന്തായാലും ശരിക്കും ടാലൻ്റ് ഉണ്ട്. കൂടുതൽ കാര്യങ്ങൾ നിനക്ക് പഠിപ്പിച്ച് തരണമെന്നുണ്ട്. സാർ ഒരു കുഴപ്പമില്ല സാർ, അങ്ങനത്തെ ഇത്രയും പഠിപ്പിച്ചില്ലേ, അത് തന്നെ ധാരാളം. അതെന്തായാലും കൊള്ളാം. പിന്നെ മറ്റൊരു കാര്യം, അക്കാഡമിയിലേക്ക് കയറി കഴിഞ്ഞാൽ എനിക്കിതിനെ സഹായിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പിന്നെ നീ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യാനും പാടില്ലെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് അവനോടത്ത് പോകുന്നുണ്ട്. ഈ സമയത്ത് തന്നെ അവൻ പറയും ചെയ്യും,
അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും എൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ടല്ലോ. എനിക്കൊരിക്കലും എൻ്റെ ടീച്ചറിനെ ഡിസപ്പോയിന്റ് ചെയ്യാൻ പാടില്ല. ഞാനോ എത്ര നേരം വേണ്ടി വരും? ഈ സമയത്ത് തന്നെ അവൻ കംപ്ലീറ്റ് സ്കാൻ ചെയ്യുന്നുണ്ട്. എന്ത് പറയുകയും ചെയ്യും. എങ്ങനെ പോയാലും 6 മണിക്കൂറെങ്കിലും അപ്രോക്സിമേറ്റ്ലി എടുക്കുന്നതായിരിക്കും താങ്കളുടെ ബ്ലഡ് വെസൽ ഫൈബേഴ്സ് എല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. 6 മണിക്കൂറോ? അതെന്താണ് ഇത്ര ലെങ്ത്? പിന്നെ കാണിക്കുന്നത് അവൻ പഠിച്ച ഓരോ ടെക്നിക്കും യൂസ് ചെയ്ത് നോക്കുന്നതാണ്. ഇത് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. ഞാൻ നേരത്തെ യൂസ് ചെയ്ത പോലെയല്ല. സർ സിയോപ്പം യൂസ് ചെയ്യുന്ന പോലെ തന്നെ സെയിം ആയിട്ട് തന്നെ എനിക്കെല്ലാം ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് ആണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നാണ് അവനൊരു കാര്യം സെൻസ് ചെയ്യാനായിട്ട് സാധിച്ചത്. പുറത്തുകൂടെ ആരോ നടന്നു വരുന്നുണ്ട്. അല്ല, എൻ്റെ സെൻസസ് ഒക്കെ ഇത്രയും ഹൈറ്റഡ് ആയിരുന്നു നേരത്തെ. മേ ബി എൻ്റെ ബോഡിയൊക്കെ എൻഹാൻസ് ആയതുകൊണ്ടായിരിക്കും. അതെന്തായാലും നന്നായി. ഇത് പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്നായിരുന്നു കഥ തുറന്ന് നമ്മുടെ ഫിസിഷ്യൻ ബേക്ക് അകത്തേക്ക് കയറി വന്നത്. നീ എഴുന്നേറ്റോ? നീ എപ്പോൾ എണീറ്റി? ഞാൻ എണീറ്റേ ഉള്ളു. അല്ല, ഇന്നലെ ഡിസ്ചാർജ്. പിന്നെ കാണിക്കുന്നത് അവൻ്റെ യൂണിഫോം ഒക്കെ എടുത്ത് ഇട്ടിട്ടുണ്ട്. നീ ആയിരുന്നു എൻ്റെ ആകെപ്പുള്ള പേഷ്യൻറ്റ്. നീ ഇപ്പോൾ പോണ്. ഇനി ഞാൻ ശരിക്കും ബോറടിച്ച് മരിക്കും. താങ്കൾ പേടിക്കണ്ട. താങ്കൾക്ക് വേണ്ടിയുള്ള പേഷ്യൻസ് ഉടനെ തന്നെ ഇവിടേക്ക് എത്തുന്നതായിരിക്കും. അങ്ങനെ ആയാൽ കൊള്ളാന്ന്. പേഷ്യൻസ് ഇല്ലെങ്കിൽ ഞാൻ ശരിക്കും ബോറായിരിക്കും. ഫിസിഷ്യൻ ബേ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താങ്കളാണ് എന്നെ നോക്കിക്കൊണ്ടിരുന്നത്. നന്ദിയുണ്ട്. കുഴപ്പമൊന്നുമില്ല, അതെൻ്റെ ജോലിയല്ലേ. എന്തായാലും ബെസ്റ്റ് ഓഫ് ലക്ക്. നീ എന്തായാലും പോയിട്ട് വന്നു പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യും. ഇനി എനിക്ക് പണിയൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, മാറിക്കിടന്നുറങ്ങാം. ഈ ടൈമിൽ തന്നെ ഇവനോട്ടെ പുറത്തിരുന്നിട്ട് പറയുകയും ചെയ്യും. സാസിയൊപ്പം എന്നെ പഠിപ്പിക്കാമെന്ന കാര്യം വരെ താങ്കൾ ഒളിപ്പിച്ചു വെച്ചിരുന്നു. താങ്കൾ ശരിക്കും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, അറിയാതെയും. താങ്കളുടെ നന്ദി ഞാൻ ഒരിക്കലും മറക്കുന്നതല്ല. താങ്കൾ കുറച്ചുകൂടെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. താങ്കൾക്ക് വേണ്ടിയുള്ള പേഷ്യൻസിനെ ഞാൻ തന്നെ ഇവിടേക്ക് അയക്കുന്നതായിരിക്കും. അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. നമ്മുടെ അടുത്ത ചാപ്റ്ററിൽ നമ്മുടെ നായകനുള്ള യുവനോട്ടെ അക്കാഡമിയിലേക്ക് കയറുന്നുണ്ട്. സോ ഇനി എന്ത് സംഭവിക്കണം എന്ന് അറിയുന്നുണ്ടെങ്കിൽ നാളെ വന്ന് നോക്കിയാൽ മതി. നാളെ എന്തായാലും കൃത്യം 5 മണിക്ക് തന്നെ അടുത്ത എപ്പിസോഡ് നമ്മൾ ഉറപ്പായിട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് റിലീസാക്കുന്നതായിരിക്കും.